ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ലഞ്ച് എന്താണെന്ന് നോക്കിയാലോ. ഡയറ്റ് ഡേ ആയിട്ട് ഇന്നെൻ്റെ ലഞ്ച് എന്താണെന്നാണ് വീഡിയോ. അതല്ല കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ റീൽസിൽ സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് അതിൻ്റെ റെസിപ്പി ഇടുമെന്ന്. അപ്പം ഞാൻ കൊള്ളാം, അത്രയ്ക്ക് സംഭവമായിരുന്നോ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഗീട്ടേക്കാന്ന് കരുതി. എനിക്ക് ചോറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മില്ലറ്റ്സ്, സ്റ്റീൽ കട്ട് ഓട്സ് ഞാൻ ഇപ്പോഴാദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. മില്ലറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അത് തന്നെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരുപാട് പേര് സ്റ്റീൽ കട്ട് ഓട്സ് എന്താണെന്ന് ചോദിച്ചു. അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഇതാണ് സ്റ്റീൽ കട്ട് ഓട്സ് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ നുറുക്ക് ഗോതമ്പില്ലേ അതുപോലെ ഇരിക്കും. ഇതാണ് സംഭവം. നുറുക്ക് ഗോതമ്പ് കണ്ടിട്ട് എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. അതിനെയാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നതെന്ന് അറിയില്ല. വേവെന്ന് പറഞ്ഞാൽ അടിപൊളി കിടിലൻ വേവാണ്. ഞാൻ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തലേ ദിവസമേ വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെയാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ടൊന്നും കുതിർന്നിട്ടില്ല കേട്ടോ. പല്ലെടുത്തപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ വേവിക്കാൻ നോക്കിയിട്ട് കുക്കറിലിട്ട് 1-2 വിസിൽ കേട്ടിട്ടും വേവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ 2 വിസിൽ കേട്ടിട്ടും ഉപ്മാവിനെ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേവ് നല്ല രീതിയിലുണ്ട്. എനിക്ക് തോന്നുന്നു തലേ ദിവസം വെള്ളത്തിടണമെന്ന്. പക്ഷെ ഞാൻ രാവിലെ വെള്ളത്തിട്ടുള്ളൂ. ഇനി തലേ ദിവസം വെള്ളത്തിട്ട് ഇനി എന്താണ് നനഞ്ഞൊരുമാതിരി ആവണ്ടെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്കിന്ന് സ്റ്റീൽ കട്ട് ഓട്സ് കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സ്, അത് ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ എണ്ണ വേണം, കടുകൊക്കെ പൊട്ടിച്ച്, പിന്നെ വെജിറ്റബിൾസ് ഞാൻ ഈസി പണി ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഷ്റൂം ഉണ്ട്, പനീറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, സവോള ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഇടാം. കുറച്ച് ഗ്രീൻ പീസ് കൂടെ ഞാനിതിൽ ഇടും കേട്ടോ. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇടും. ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യാനുസരണം എല്ലാത്തിലും ഇങ്ങനെ ഇപ്പോൾ മില്ലറ്റ്സ് ഉണ്ടാക്കിയാലും ഉപ്മാവ് ഉണ്ടാക്കിയാലും ഇതുപോലെ കുറച്ച് വെജീസിന് ആവശ്യത്തിന് എടുത്തിടുക. അപ്പോൾ കട്ട് ചെയ്യണ്ടല്ലോ. കട്ട് ചെയ്യുന്ന ദിവസത്തെ പാടല്ലേ ഉള്ളൂ. ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ട്? പനീർ, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബ്രൊക്കോളി, മഷ്റൂം. കോൺ അധികം എടുക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് കോണില്ല. സവോള എല്ലാം ഉണ്ട്. കുറച്ച് ഗ്രീൻ പീസ് ഇവിടെ ഉണ്ടേ. ഗ്രീൻ പീസ് എന്ന് പറയുന്നില്ല, ഗ്രീൻ പീസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കോമ്പിനേഷനായിട്ട് ഉച്ചയ്ക്ക് നിർബന്ധമായിട്ട് ഫിഷോ ചിക്കനോ ഒക്കെ വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഫിഷ് ഇല്ല. ഞാൻ അപ്പോൾ ചിക്കൻ വാങ്ങിക്കാമെന്ന് കരുതി. എനിക്കിനി വയ്ക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഇവിടെ ലംബോദരൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് മലയൻകീഴ് ഒരിടത്ത് കിട്ടും അല്ലേ? ലംബോദരൻ തന്നെ. അവിടെ ബ്രോയിലർ ചിക്കനാണ് കേട്ടോ, നാടനല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അത് പോയി വാങ്ങി. ഇതും സ്റ്റീൽ കട്ട് ഓട്സ് ഉപ്മാവുമാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കാണിക്കും, കുറച്ച് മതി, ഡയറ്റ് അല്ലേ, അതുകൊണ്ട് അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടിച്ചിട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കടുകും പച്ചമുളകും കറിവേപ്പില എടുത്തില്ല. ഇത് അമ്മ വീട്ടിൽ നിന്ന് നെട്ടയത്ത് കഴുകി ഉണക്കിയൊക്കെ തന്നു വിട്ട സാധനമാണ് കേട്ടോ. ഇതിൻ്റെ വെള്ളം അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് വറുത്തിട്ടൊക്കെയാണ് ഇടുന്നത്. ഭയങ്കര എളുപ്പമാട്ടോ. ജസ്റ്റ് നല്ലതായിട്ട് കഴുകി വെച്ചിരുന്നതാണെങ്കിലും ഒന്നുകൂടെ കഴുകിയെടുക്കാം. എന്താ കടുക് പൊട്ടാത്തത്? ഒരു സമയം കടുക് ഇട്ടിട്ട് പൊട്ടണതല്ല. ഇപ്പോൾ പൊട്ടും. ഇപ്പോഴാണ് ചൂടായത്. മില്ലറ്റ്സ് ഉണ്ടാക്കണമെങ്കിലും അത് ഞാനിങ്ങനെ കടുകൊന്നും പൊട്ടിക്കില്ല. എല്ലാം കൂടി കുക്കറിലിട്ടൊരു 2-3 വിസിൽ. മില്ലറ്റ്സ് ഒരിക്കൽ ഉണ്ടാക്കിയൊക്കെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, വേവാതെ നമ്മൾ ബിരിയാണി വെച്ചത്. അതിനുശേഷം ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ട് എടുക്കത്തുള്ളൂ. ഇതും ഞാൻ അല്ലാതെ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിതല്ലാതെ ഒരു ദിവസം ഉപ്മാവ് ഉണ്ടാക്കി കുക്കറിലിട്ട് വേവിക്കാതെ. എത്ര സമയം അടുപ്പത്ത് കിടന്നതായിരുന്നോ. ഓക്കെ, കടുക് പൊട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെയൊക്കെ തുടച്ചിട്ടതേ ഉള്ളൂ. വീണ്ടും കടുക് പൊട്ടിയപ്പോൾ 4 സൈഡിലുമായി. ഒരു വറ്റൽമുളക്, കറിവേപ്പില. കറിവേപ്പിലയുടെ ആവശ്യമില്ലായിരുന്നു.
നമ്മുടെ വെജിറ്റബിൾസ് ക്യാരറ്റ് ഉണ്ട്, ബ്രൊക്കോളി ഉണ്ട്, മഷ്റൂം ഉണ്ട്, സവോള ഉണ്ട്, പനീറുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്യാവേ. കുറച്ച് ഗ്രീൻ പീസ് കൂടെ ഇടണേ. എൻ്റെ കൂടെ കോണ് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കോണും എടുത്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ലേശം ഉപ്പിട്ട് കൊടുക്കാവേ. ഉപ്പ്, വീണ്ടും എണ്ണയിലിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഇൻഡക്ഷൻ ആയതുകൊണ്ട് കേട്ടോ ഭയങ്കര തീയാണ്, പുകയും ബഹളമായിട്ടൊക്കെ വരുന്നത്. ഇനി നമ്മുടെ താരം സ്റ്റീൽ കട്ട് ഓട്സിനെ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വെള്ളം ഇരിക്കുന്നു, വെള്ളം ഇല്ലാണ്ട് ഇട്ട് കൊടുത്താൽ അത്രയും നല്ലത്. ഇനി ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഞാനതിനെ വറുക്കണമല്ല, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലായിടത്തും ആക്കുന്നത്. ഞാനേ ഈ FTS ഫിറ്റ് ലൈഫിനെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തതെന്നൊന്ന് പറയാം. ചെയ്തത് എന്നൊന്ന് പറയാം. ആക്ച്വലി എനിക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് വരികയായിരുന്നു FTS ഫിറ്റ് ലൈഫിൽ നിന്ന്. ചേച്ചി, ഞങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, ചെയ്യാമല്ലോ, എനിക്കും ഒന്ന് മെലിയണം, നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങളുടെ ഡയറ്റ് ചാർട്ട് എനിക്കൊന്ന് അയക്കൂ, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറ്റ് ചാർട്ട് നോക്കിയപ്പോൾ നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കൊള്ളാമല്ലോ, ഞാൻ പറഞ്ഞു ശരി തുടങ്ങാമെന്ന് പറഞ്ഞാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ട്രാവലും മറ്റ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വന്ന് അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാനൊന്ന് ഫ്രീ ആയി, ഞാൻ പറഞ്ഞു ഒന്ന് തൽക്കാലം നിർത്തി വയ്ക്കാം, എനിക്കിപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പല്ലെല്ലാം എടുത്ത ശേഷമാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ 9 ദിവസമായി ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് 2.5 കിലോ 9 ദിവസം കൊണ്ട് കുറഞ്ഞു കേട്ടോ. അവർ പറയുന്ന ഡയറ്റ് പ്രോപ്പറായിട്ട് എടുത്തു. നോ എക്സസൈസ് ഉണ്ട്, പക്ഷേ എനിക്ക് പല്ലൊക്കെ എടുത്തതുകൊണ്ട് ആ സ്റ്റിച്ചൊക്കെ ഇട്ടുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. എക്സസൈസ് ഇല്ലാണ്ട് 2.5 കിലോ കുറഞ്ഞു. പക്ഷേ എക്സസൈസ് കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഡയറ്റാണ്, ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. എക്സസൈസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. 60.5 ആയിരുന്നു ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേയുള്ള എൻ്റെ വെയിറ്റ്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 57.7 kg ആയി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ നമുക്ക് ഇപ്പോൾ ഡയറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എമൗണ്ടൊക്കെ വളരെ കുറവാണ്. ഒരുപാട് വലിയ നമ്മൾ ഭീമൻ തുകയൊന്നും കൊടുത്ത് അവരെ ഇതിൽ ചേരേണ്ട ആവശ്യമില്ല, ചെറിയ തുച്ഛമായ തുകയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അവരെ കോൺടാക്ട് ചെയ്യും, ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. എല്ലാം കഴിക്കാൻ പറ്റും. രാവിലെയും ഉച്ചയ്ക്കും നല്ല ഹെവി ആയിട്ട് നമുക്ക് വയറ് നിറയെ കഴിക്കാം. വൈകിട്ടും ഒരുപാട് ഹെവി ആക്കാണ്ട് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാം, വയറ് നിറച്ച് കഴിക്കാം. പക്ഷേ സാലഡ് അതൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഉച്ചയ്ക്കും രാവിലെ നല്ല രീതിയിൽ കഴിക്കാം കേട്ടോ. കാര്യം പറഞ്ഞ് നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് ഒന്ന് എണ്ണയിൽ കിടന്നതായേ. ഇനി നമുക്ക് ഇത് വേവാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല വേവുണ്ട്. ഒരു വിസിലൊന്നും വേവത്തില്ല, കുറഞ്ഞതൊരു 3 വിസിൽ നമുക്ക് കൊടുക്കാവേ. വെന്ത് പോയാലും കുഴങ്ങിരിക്കും. പക്ഷേ മെനിങ്ങാന്ന് എടുത്തപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടി. അത് 2 വിസിലാണ് കേട്ടത്, എങ്കിലും കുറച്ചുകൂടെ വേവാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 3 വിസിൽ കൊടുക്കാം. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിലൊന്ന് 3 വിസിൽ കേൾക്കുമ്പോൾ, ഞാൻ അന്ന് 2 വിസിലായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ വേറിട്ടിരുന്നു കേട്ടോ. 3 വിസിലാകുമ്പോൾ എൻ്റെ കുഴഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. അയ്യോ, ഗ്രീൻ പീസ് എടുത്ത് ഓട്സിൻ്റെ കൂടെ ഇട്ടു, മണ്ടി. ഞാൻ ശ്രദ്ധിച്ചില്ല, കാര്യം പറഞ്ഞ് അതിൻ്റെ കവറാണെന്നായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വണ്ണം കുറയാനൊക്കെ അവർ പറയുന്ന രീതിയിൽ പ്രോപ്പറായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇത് പ്രൊമോഷനോ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ മെലിഞ്ഞു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. വെറും 9 ദിവസം കൊണ്ടാണ്. അപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻസും അവരിതെല്ലാം കൊള്ളാം, അവർ തുടക്കക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സപ്പോർട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വേവുന്ന സമയം ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്ന് നമുക്ക് ലംബോദരം തട്ടുകടയിൽ പോയി ചിക്കനും വാങ്ങിച്ചിട്ട്
ഇത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടി കഴിച്ചിട്ട് വീണ്ടും ചെയ്യാം. കുളിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഉപ്മാവ് വിസിലെല്ലാം കേട്ട് എയറൊക്കെ പോയിരിക്കുകയാണ്. ഇത് തണുത്താൽ നല്ല ഇതായിട്ടിരിക്കും കേട്ടോ. അത് ചൂടോടെ ആണെങ്കിൽ ഇങ്ങനെ കുഴങ്ങിരിക്കും. തണുത്തിട്ടാണെങ്കിൽ നല്ല വേറെ വേറെ ആയിട്ടിരിക്കേ. വെന്തോന്ന് വെച്ചാൽ വെന്തു. 4 വിസിൽ വെക്കാൻ തോന്നുന്നു കേട്ടോ. നമുക്ക് ഇതിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ഇരുന്ന് തണുക്കുമ്പോൾ കഴിക്കാൻ സമയം നല്ല തുറന്നിരിക്കും. തുറ മീൻസ് വേറിട്ടിരിക്കും. ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല കേട്ടോ. ഇതിൻ്റെ നാളെ കൂടി എടുക്കും. ഉണ്ടാക്കുന്ന പാട് കരുതി 2 ദിവസമായിട്ട് എടുക്കും. ഞാൻ ക്വാണ്ടിറ്റിയൊക്കെ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. നമുക്ക് ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഒരു 2 വേണമെങ്കിലും കഴിക്കും. പക്ഷെ ഇത് നല്ല ടേസ്റ്റി സാധനം കേട്ടോ. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ വാങ്ങിച്ചില്ലല്ലോ. നമുക്ക് ഞാൻ കരുതി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ചിക്കൻ വാങ്ങാൻ പോകാമെന്ന് കരുതി. നല്ല എണ്ണയുടെയൊക്കെ നുറുക്ക് ഗോതമ്പ് ഉപ്മാവിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾ നുറുക്ക് ഗോതമ്പ് ഉപ്മാവ് ഉണ്ടാക്കില്ലേ, ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളവരാണെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ഉണ്ടാക്കിയാൽ മതി. അതുപോലെ നിറയെ വെജിറ്റബിൾസ് ഇടുക, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ലംബോദരം തട്ടുകടയിൽ നിന്ന് ചിക്കൻ വാങ്ങിക്കാം. ഞാൻ കരുതി സാധാ കടയിൽ പോയി ചിക്കൻ കറി വാങ്ങിക്കാൻ ലംബോദരം തട്ടുകടയിൽ പോയി കഴിച്ചാലോ ഒന്നുമില്ല. അപ്പോൾ ഒരു പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഇത് കൂട്ടി കഴിക്കാം. സോ നമ്മൾ ലംബോദരൻ തട്ടുകടയിലേക്കാണ് പോകുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് പോകുമ്പോൾ മലയങ്കീഴ് കഴിഞ്ഞിട്ട് മേപ്പുക്കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു പെട്രോൾ പമ്പുണ്ട്. ആ പെട്രോൾ പമ്പ് കഴിഞ്ഞ് തൊട്ട് ചേർന്നിരിക്കുന്നതാണ് ലംബോദരൻ തട്ടുകട കേട്ടോ. ഇത് ഇവിടെ ബ്രോയിലർ ചിക്കനാണ് ഉള്ളത്. ചിക്കൻ പെരട്ട് മാത്രമേ ഉള്ളൂ, നാടൻ കോഴിയല്ല, ബ്രോയിലറാണ്. ബ്രോയിലർ ചിക്കൻ പെരട്ടാണ്. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ട് കട. അടുപ്പത്ത് കിടന്ന് ചിക്കൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിലായതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ടയും പുട്ടും ഒക്കെയാണ്. അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ഹാഫ് പ്ലേറ്റ് ചിക്കൻ പെരട്ട് മാത്രമേ വാങ്ങിയുള്ളൂ. ഫുൾ പ്ലേറ്റ് 110, ഹാഫ് പ്ലേറ്റ് 70 രൂപയാണ്. വളരെ പണ്ട് ഇവിടെ ഈ കട ഓപ്പൺ ആകുന്നതിന് മുന്നേ ഇതിന് ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു കടയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പുതിയതായതിനു ശേഷം ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പണ്ട്. നമുക്ക് കഴിക്കാം. വലിയ കുറുകുറാന്നില്ല കേട്ടോ ചിക്കൻ കറി. ബ്രോയിലറാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ബ്രോയിലറാണ്, നാടനല്ല എന്ന് പറഞ്ഞു. ബ്രോയിലർ ഇത് ഹാഫ് പ്ലേറ്റ് ആണേ. നമുക്ക് ചിക്കൻ ധാരാളമായിട്ട് കഴിക്കാം. അയ്യോ, വീണ്ടും ചിക്കൻ പെരട്ടാണ്. ഞാനേ എൻ്റെ ഡയറ്റീഷ്യന് ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് കഴിക്കണ കാണിക്കാവേ. അപ്പോഴേ നമ്മുടെ ഡയറ്റീഷ്യൻ പ്ലേറ്റ് കണ്ടിട്ട് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സലാഡ് വേണം. അപ്പോൾ ഇതിപ്പോൾ കറി ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. നുറുക്ക് ഗോതമ്പ് ഉപ്മാ സെയിം. നമുക്കിനി പനീർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ കഴിക്കാവേ. വെറുതെ പനീർ കഴിക്കാൻ ഇഷ്ടം. ചിക്കൻ പെരട്ടും വെച്ച് കഴിക്കാം. ചിക്കൻ പെരട്ട് മാത്രമായിട്ട് കഴിച്ചോട്ടെ. കൊള്ളാം കേട്ടോ. ഇത് പണ്ട് വാങ്ങിച്ചിട്ടുണ്ട്, പുതിയ കടയായ ശേഷം വാങ്ങിച്ചിട്ടില്ല. കൊള്ളാം. ഈ ബ്രോയിലർ ചിക്കൻ്റെ ടേസ്റ്റ് ഇല്ല കേട്ടോ. നല്ല നാടൻ കോഴിയിലൊക്കെ വയ്ക്കും പോലെ. ബ്രോയിലറെന്ന് ഞാൻ ചോദിച്ച്. കൊള്ളാം. പുട്ടായിരുന്നു ഇതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റാഗി പുട്ട വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ റെസിപ്പി ചോദിച്ചവർക്കാണിത്. ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റീൽ കട്ട് ഓട്സ് ഉപ്മാവും ചിക്കൻ പെരട്ടും സാലഡും. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.